കുറേ കാലം മുന്നേ ഞാൻ നമ്മുടെ വാർപ്പിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്ന തക്കാളിയാണ്. ഇപ്പോഴാണ് അതൊന്നൊരു പൂവിട്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഇഞ്ചി കഷ്ണം നട്ടിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വളർന്നു വലുതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു ചെറിയൊരു സപ്പോർട്ടേൻ്റെ മരവും വന്നിട്ടുണ്ട്. നമ്മളെല്ലാ വേസ്റ്റും ഇങ്ങനെയൊക്കെ ഇടുന്നത് അത് മുളച്ച് വരുന്നതാണ്. അപ്പോൾ ഈ സപ്പോർട്ടിനെ ഒരു വലിയൊരു ഡ്രമ്മിലേക്ക് മാറ്റണം. ടെറസിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ഒരു ചീരയുണ്ട്, ചീര ഒന്നിനും പറ്റില്ല. പിന്നെ കുറച്ച് മുളകുകൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. ആ മുളകിൻ്റെ കായ്കളൊക്കെ ഉണ്ട്, പക്ഷേ നീളം വെക്കുന്നില്ല മുളക്. അപ്പോൾ കീടനാശിനി അടിക്കാനായിട്ട് എന്താ അറിയില്ല, നീളം വെക്കുന്നില്ല, വളഞ്ഞുകൊണ്ടും തിരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. താഴെ നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട് കണ്ടില്ലേ. അങ്ങനെ നമ്മുടെ പച്ചമുളകും കായ്ച്ചു. അതുപോലെ തന്നെ കുറച്ച് ഉള്ളി നട്ടിട്ടുണ്ട്. ഉള്ളി ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ വേറെ കുറേ കറിവേപ്പിലുണ്ട്. അതുപോലെ വെളുത്തുള്ളി നട്ടിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളീൻ്റെ ഇലയൊക്കെ നമ്മൾ വെളുത്തുള്ളി മുളച്ച് വരുന്നതിൻ്റെ ആ തൈ ഉണ്ടല്ലോ, ഇലയൊക്കെ അതൊക്കെ നമ്മൾ ഈ ഫുഡിനകത്ത് വറവുന്ന സമയത്തൊക്കെ വെളുത്തുള്ളീൻ്റെ ഉപയോഗം എന്താണോ അതുപോലെ ഇടാം. പിന്നെ ചില ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ വെളുത്തുള്ളി അതിൻ്റെ ഇല ഉപയോഗിക്കാം. അതുപോലെ ഈ ചെറിയുള്ളി മുളച്ച് വരുന്ന ഇത് ചെറിയുള്ളിയാണേ, ചെറിയുള്ളി മുളച്ച് വരുന്ന അതും നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഓരോ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ. അതുപോലെ തന്നെ ഇതിനകത്ത് മുളച്ച് വരുന്നുണ്ട് നമുക്കൊരു ഇഞ്ചി മുളച്ച് വരുന്നുണ്ട്. ഈ നട്ടേക്കുന്ന ഈ സ്ഥലത്തൊക്കെ ഈ ചട്ടിയിലൊക്കെ പെരിച്ചാഴി വന്ന് മാന്തി പോകുന്നുണ്ട്. എന്താ കാണിക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ എൻ്റെ കറിവേപ്പില ചട്ടിയിൽ ഞാൻ കുറച്ച് ഉള്ളി നട്ടിട്ടുണ്ട്. അതിലും ഈ വന്നിട്ട് പെരിച്ചാഴി മാന്തി പോകുന്നുണ്ട്. ഈ കപ്പ നട്ടോടത്ത് പന്നി വന്ന് മാന്തി പോകില്ല, അതുപോലത്തെ ഒരു പരിപാടിയാണ് തോന്നുന്നത്. എന്താണ് ഇതിൻ്റെ കുട്ടൻസ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തരണം. എന്തെങ്കിലും തുരത്താനുള്ള ഐഡിയ ഉണ്ടോ? അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കൃഷി?